സത്യത്തില് ഒന്ന് സംശയിച്ചു പോയതിന്റെ കുറ്റബോധമുണ്ട് ഞങ്ങക്ക്. ഇവിടെ എല്ലാവരും നല്ലത് മാത്രമേ പറയുന്നുള്ളൂ മാഡം. മാഡത്തിന്റെ അതേ മുഖം, മാഡത്തിന്റെ അതേ ശബ്ദം. സ്റ്റുഡിയോയിലുള്ളവർ മുഴുവൻ മാഡം പഴയ കാലത്ത് പാടാൻ നിന്ന പോലെ എന്നാ പറയുന്നത്. ശരി മാഡം, ശരി, ഞാൻ വിളിക്കാം. ആ, ഞാൻ ശ്യാമ മാഡത്തിനോട് കുട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ശ്യാമ മാഡമാണോ ഫോൺ? അതെ. മാഡത്തിനോട് എന്നോടൊന്ന് സംസാരിക്കാമോ ചോദിക്കും. മാഡം, ആ കുട്ടി ഒന്ന് സംസാരിക്കണം എന്ന് പറയുന്നു. കൊടുക്കട്ടെ? കൊടുത്തോളൂ. ഹലോ ശ്യാമ മാഡം. സംസാരിക്കും. ഹലോ, എന്റെ ജീവിതത്തിലെ എന്തൊരു സന്തോഷമുള്ള ദിവസമാണെന്നറിയോ? അറിയാം, മോള് നന്നായിട്ട് പാടിയെന്ന് എല്ലാവരും പറഞ്ഞു. പാട്ടിന്റെ അല്ല, ഞാൻ ശ്യാമ മാഡത്തിനോട് സംസാരിച്ചില്ലേ, ശ്യാമ മാഡം എന്നോട് മിണ്ടിയില്ലേ, അതിന്റെ സന്തോഷ. ശ്യാമ മാഡത്തിന്റെ ശബ്ദത്തിനോട് എനിക്കുള്ള ആരാധന എന്നൊക്കെ പറഞ്ഞാല് അതെങ്ങനെ പറഞ്ഞു തീർക്കാന്ന് പോലും എനിക്കറിയില്ല. എന്റെ കുഞ്ഞുനാള് മുതല് ആ ശബ്ദം എന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ശ്യാമ മാഡത്തിന്റെ പാട്ടാ കേൾക്കുക. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പിള്ളേരെന്നെ കളിയാക്കിയിട്ടുണ്ട്. ശ്യാമ മാഡത്തിനെ കുറിച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ഞാൻ ആ കുട്ടിയോട് ദേഷ്യപ്പെടും. ചിലപ്പോ പിച്ച മാന്ത ഒക്കെ ചെയ്യും. അപ്പൊ കുട്ടികളൊക്കെ എന്നോട് ചോദിക്കും, ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ ശ്യാമ മാഡം നിന്റെ അമ്മയാണോന്ന്. അല്ല, അയ്യോ മാഡം, ഞാൻ കൊറേ സംസാരിച്ച് ബുദ്ധിമുട്ടിച്ചോ? ഏയ് ഇല്ല മോളെ, ഞാൻ കേട്ടോണ്ടിരിക്കായിരുന്നു. പിന്നെ ശ്യാമ മാഡം അതിന്റെ പേര് പാടാൻ വേണ്ടി പറഞ്ഞെന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി. അതിനൊക്കെയുള്ള പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ടോന്ന്? ചെയ്തിട്ടുണ്ട്. നിന്റെ ജന്മം അങ്ങനെയാ. എന്താ മാഡം? അല്ല, ഓരോരുത്തർക്കും അവരുടെ ജന്മത്തിൽ ഓരോ കർത്തവ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ചിലപ്പോ നേരത്തെ, ചിലപ്പോ കുറെ കാലം കഴിഞ്ഞ്. കുട്ടിയുടെ ഭാവി ഇതിലായിരിക്കും. ആ മാഡം, ഒരു കാര്യം കൂടി. എന്താ? എന്തെങ്കിലും എനിക്ക് മാഡത്തിനൊന്ന് നേരിൽ കാണാൻ പറ്റുമോ? ഒന്ന് അടുത്ത് നിൽക്കാൻ പറ്റുമോ? അതിനെന്താ മോളെ, ഒരുപാട് വൈകാതെ നമുക്ക് കാണാം. എന്നാ ശരി മാഡം, ഞാനിനി ബുദ്ധിമുട്ടിക്കുന്നില്ല. ശരി.